ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. കുറച്ച് ദിവസം മുന്നേ യൂട്യൂബിൽ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, പഴുത്ത ചക്ക കൊണ്ടൊരു വെറൈറ്റി ഡിഷ്. ഞാനിതുവരെ അത് കഴിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ ഇനി ചക്ക കിട്ടുമ്പോൾ ഇങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അപ്പോൾ പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട്. ചക്കപ്പഴം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തു. അതിൻ്റെ ഒരു കളർ ഒന്ന് മാറുന്ന സമയത്ത് അത് സൈഡിലേക്ക് ആ ഒരു വീഡിയോയിൽ ഈ ഒരു ഡിഷിൻ്റെ പേര് പറയുന്നത് ഏത്തപ്പഴം കുതിപ്പിച്ചത് അങ്ങനെ എന്തോ ഉണ്ടോ പറയുന്നത്. അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോംബോ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് നൂൽപുട്ട് ഉണ്ടാക്കാം. നൂൽപുട്ട് ഇതാ ഇടിയപ്പട്ടാ. അപ്പോൾ നൂൽപുട്ട് ഇതാ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കട്ടാ. നൂൽപുട്ട് ഞാൻ അധികം ഉണ്ടാക്കലില്ല. ഒന്നാമത് എന്താണ് സേവനായോ, അതിലങ്ങനെ തിരിക്കാൻ ഭയങ്കര പണിയാണ്. നൂൽപുട്ടിന് മഴം കിട്ടാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണെന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ഐറ്റം പരീക്ഷിച്ച് നോക്കാൻ പോവുകയാണ്. ഇന്നലെ ചക്ക കിട്ടിയപ്പോൾ തന്നെ ഞാൻ ചെറുതായിട്ട് ചക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടെ പഴുത്ത നേന്ത്രപ്പഴം കൂടെ വേണം. ആദ്യം ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. ഞാനത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരു ഡയറിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ഇനി ഈ ഒരു ചക്ക ബട്ടറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ലതുപോലെ വെന്ത് വരണം. എന്നിട്ടതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുക. ഇനി ആ ഒരു പാനിൽ തന്നെ കുറച്ചുകൂടെ ബട്ടർ ഒഴിച്ചിട്ട് ചെറുതായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത നേന്ത്രപ്പഴം കൂടെ ഒന്ന് വഴറ്റിയെടുക്കട്ടോ. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാമെന്ന് അവർ പറയുന്നുണ്ട്. അവർ വീഡിയോയിൽ കാണിക്കുന്നത് ബട്ടറിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ബട്ടർ ഉണ്ടായപ്പോൾ അതിൽ തന്നെ ഞാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതും ആ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്ത് വെക്കാനുണ്ട്. ഞാൻ ഈ പഞ്ചസാരൻ്റെ പകരം ശർക്കര ചേർത്താലോ എന്ന് ആദ്യം വിചാരിച്ചു. പക്ഷേ ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കല്ലേ, അപ്പോൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യാൻ വിചാരിച്ച്. ഈ പഞ്ചസാര ഒന്ന് കളർ മാറി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ച ആ ചക്കയും ഏത്തപ്പഴം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കാണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ഒരു പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വലിയ പാത്രത്തിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. കുറച്ച് തേങ്ങാപ്പാൽ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്കിനി ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇതിലേക്കിനി കുറച്ച് ഏലക്കൻ്റെ പൊടി ഇട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അരിപ്പൊടി ചേർത്ത ആ ഒരു തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ചേർത്ത് കൊടുത്ത അരിപ്പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ലാസ്റ്റ് ഞാൻ വീഡിയോയിൽ പറയാത്ത എൻ്റെ ഒരു സ്പെഷ്യൽ സാധനം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് നെയ്യ്. അത് ഞാൻ എൻ്റെ വകമായിട്ട് ചേർത്തതാട്ടാ. എനിക്കത് ചേർക്കായിട്ടൊരു സമാധാനമില്ല. അപ്പോൾ ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതാ നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടെ ചേർത്ത് ഒന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഇത് വിളമ്പുമ്പോൾ നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ട് കേട്ടോ. മധുരം കഴിക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു പായസത്തിൽ സദ്യൻ്റെ ശേഷം പഴം പപ്പടം പായസമൊക്കെ കൂടെ കഴിക്കൂലേ, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. ഞങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കി, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.